അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച വളരെ ശ്രദ്ധേയമായ ഒരായത്തിനെ ചുരുങ്ങിയ വാക്കിലൂടെ വിശദീകരിച്ചു പോയി. അതിനോട് തൊട്ടടുത്ത 55-ാമത്തെ ആയത്തിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ രൂപത്തിൽ അതുപോലെ തന്നെ വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ വയസ്തഗ്ഫിറൂ റബ്ബഹും ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുല വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ വയസ്തഗ്ഫിറൂ റബ്ബഹും. നേർമാർഗം തങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതിന് ജനങ്ങൾക്ക് തടസ്സമായത് ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുല. പൂർവീകരുടെ കാര്യത്തിലുണ്ടായ നടപടി അവർക്ക് വരികയോ, അതായത് മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് മുകളിൽ അള്ളാഹു സ്വീകരിച്ച നടപടി അവർക്ക് മുകളിൽ വരികയോ, അല്ലെങ്കിൽ നേരിട്ട് ശിക്ഷ അവർക്ക് മുകളിൽ ഭവിക്കുകയോ ചെയ്യണം എന്ന അവരുടെ നിലപാടാണ് എന്നാണ് ഈ ഒരു ആയത്തിന്റെ ഒരു മേൽപ്പരപ്പിൽ നിന്നുകൊണ്ടുള്ള അർത്ഥം. അങ്ങനെയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ ഈ ആയത്ത് നമുക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ വായനയിൽ നമുക്ക് മനസ്സിലായ 2-3 കാര്യങ്ങൾ. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഓരോ ആയത്തും മറ്റൊരായത്തുമായി അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിലെ ആശയപരമായ ബന്ധങ്ങൾ, അതുപോലെ തന്നെ വാക്കുകൾ തമ്മിലുള്ള ഘടനാപരമായ ബന്ധങ്ങൾ എല്ലാം തന്നെ എല്ലാ ആയത്തും തമ്മിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തിയെ ഉപമിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് സംഭവിച്ച വിശ്വാസ വൈകല്യത്തെ അതോടൊപ്പം തന്നെ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ, ഉന്നതമായ ഉത്കൃഷ്ടമായ ഒരു കാഴ്ചപ്പാടിനെ, അദ്ദേഹത്തിന് ലഭിച്ച തിരിച്ചറിവിനെ, തന്റെ സമ്പന്നനായ സഹോദരന് ലഭിക്കാതെ പോയ തിരിച്ചറിവിനെ എല്ലാം പറഞ്ഞു വന്ന് അള്ളാഹു പിന്നീട് ആ ഒരു വിഷയത്തെ അവസാനിപ്പിക്കുകയും അതിനോട് ചില ചിന്താപരമായ മനുഷ്യൻ എല്ലാ കാലത്തും ഉൾക്കൊള്ളേണ്ട അഗാധമായ ചിന്തകളെ, മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ, അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ലോകത്തെ, അവിടെ സംഭവിക്കുന്ന വിഷയങ്ങളെ, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ അതിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ധിക്കാരം നല്ലതല്ല എന്ന് പറയുകയാണ്. പിന്നീട് അള്ളാഹു കാരുണ്യപൂർവം മനുഷ്യനോട് അവന്റെ ജീവിതത്തെ, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ, അതുപോലെ തന്നെ അവൻ ഇടപെടുന്ന മേഖലകളെ എല്ലാം തന്നെ മനോഹരമായി ഉപമിച്ച് അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുമാറുള്ള രൂപത്തിൽ അവന് കാര്യങ്ങൾ ലളിതമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവത്തെ കൂടി അള്ളാഹു ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇങ്ങനെ എല്ലാം സംഭവിച്ചിട്ടോ ആളുകളെ, എന്തൊരു കാര്യമാണ് ആളുകളെ വിശ്വസിക്കാതിരിക്കുവാനും അള്ളാഹുവിനോട് പാപമോചനം തേടാതിരിക്കാനും മനുഷ്യരെ തടയുന്ന കാര്യം എന്താണ് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഹിദായത്ത് വന്നു കിട്ടിയതിന് ശേഷവും ആളുകളെ പടച്ച തമ്പുരാനെ അഗാധമായി കീഴ്പ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്?
നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് അമ്പിയാക്കന്മാരെ അള്ളാഹു ഉണ്ട് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അള്ളാഹു ഉണ്ട് എന്നുള്ളത് അത് മനുഷ്യന്റെ ഉൾബോധമാണ്, അവന്റെ ഫിത്രത്താണ്, അവന്റെ ഉള്ളിൽ അള്ളാഹു നിറച്ചു വെച്ച അനിഷേധ്യമായ ഒരു പ്രകൃതി സത്യമാണ് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട് എന്നുള്ളത്. അത് അവന്റെ ചിന്താ വളർച്ച പ്രാപിക്കുമ്പോൾ അതിന് വെളിച്ചം കൂടുന്നതിന് പകരം ഭൂരിപക്ഷ മനുഷ്യരും ആ ശുദ്ധ പ്രകൃതത്തിന് മുകളിൽ അവന്റെ ജീവിത പ്രശ്നങ്ങൾ മൂടുകയും ആ ശുദ്ധ പ്രകൃതത്തെ അവന്റെ ജീവിത പ്രാരാബ്ധങ്ങളെ കൊണ്ട് മറന്നു പോകുകയും ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ ഇതിന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, മനുഷ്യൻ അവന്റെ കുഞ്ഞുപ്രായത്തിൽ അവന്റെ ശുദ്ധമായ ബോധം നിലനിൽക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ, അമ്മയുടെ, അല്ലെങ്കിൽ അവന്റെ ഉപ്പയുടെ, ഉമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ അവന്റെ ചുറ്റുപാടുമുള്ള പല വസ്തുക്കളെയും ചൂണ്ടിക്കൊണ്ട് ആരാണ് ഇതിന് നിറം കൊടുത്തതെന്നും ആരാണ് ഈ പൂക്കളെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നും മാനത്തേക്ക് നോക്കിയിട്ട് ഈ നക്ഷത്രങ്ങളും ഈ ചന്ദ്രനെയും ഈ അമ്പിളിമാമനെയും എല്ലാം ആരാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്, കൊളുത്തി വെച്ചിരിക്കുന്നത് എന്നെല്ലാം തന്നെ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന് അവന്റെ ഉപ്പയോ അവന്റെ ഉമ്മയോ അവന്റെ മാതാപിതാക്കൾ അവനോട് അന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ ഉത്തരത്തിന് ആ ഉത്തരം പറയുന്നവന്റെ ചിന്തക്കനുസരിച്ച് അവന്റെ ബോധത്തിനനുസരിച്ച് അവൻ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. എന്നാൽ ആ ഒരു ബോധം ഉണ്ടല്ലോ, ആര് എന്ന മനുഷ്യന്റെ ആ ഒരു ശുദ്ധമായ മറ്റൊന്നും കലർന്നുകൊണ്ട് മലീമസമാകാത്ത നമ്മുടെ ആ ശുദ്ധ സമയത്ത് ഇതിന്റെ എല്ലാം പിറകിൽ അനിഷേധ്യമായ ഒരു സത്യമുണ്ട് എന്ന് മനുഷ്യന് ബോധ്യമുണ്ട്. ആ സത്യം പിന്നീട് മനുഷ്യൻ ഇഅ്തിറാഫ് ചെയ്യുന്നത്, ഏറ്റു സമ്മതിക്കുന്നത് അവന്റെ മുമ്പിൽ എത്തുന്ന ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ മാത്രമാണ്. പെടുന്നനെ അവന്റെ മുമ്പിൽ എത്തുന്ന ചില ചോദ്യങ്ങൾ ആ സമയത്ത് അവന്റെ ചിന്തയെ അങ്ങ് ഉണർത്തും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ വലഇൻ സഅൽതഹും മൻ സഖറ അശംസ വൽ ഖമറ വലഇൻ സഅൽതഹും മൻ ഖലഖഹും. ആരാണ് ആകാശഭൂമികളെ സംവിധാനിച്ചവൻ? ആരാണ് നിന്നെ ഒരു ബിന്ദുവിൽ നിന്നും ഉൽപ്പന്നമായ നിന്നെ സംവിധാനിച്ചവൻ? ആരാണ്? ഈ ഒരു മൈന്യൂട്ടായ ബിന്ദുവിൽ നിന്നും ഉൽപ്പന്നമായ നിന്നിൽ ഈ കേൾവിയും കാഴ്ചയും ഹൃദയവും സംവിധാനിച്ചവൻ ആരാണ്? ചന്ദ്രാദി നക്ഷത്രങ്ങളെ കീഴ്പ്പെടുത്തിയവൻ ആരാണ്? ആ വാനലോകത്തിൽ നിന്ന് നിനക്ക് മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പില് മനുഷ്യനെ അവൻ വീണ്ടും അത് ഇഅ്തിറാഫ് ചെയ്യും, അവന്റെ ശുദ്ധബോധത്തെ അവന് പ്രകടിപ്പിക്കും. ചില ആളുകള് അവന്റെ ജീവിതത്തിൽ പെടുന്നനെ മറഞ്ഞു പോകുന്ന ചില പ്രതിസന്ധികൾക്ക് മുമ്പിൽ നെടുവീർപ്പുകളിലായി മാത്രം അവന്റെ നാഥനെ അവൻ സ്മരിക്കും. എന്നാല് മനുഷ്യന് പെടുന്നനെ ആ ചിന്തയിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. അതായത് ഭൗതിക ലോകത്ത് മനുഷ്യൻ പലപ്പോഴും അള്ളാഹുവിനോട് ധിക്കാരപൂർവമായ അവന്റെ സ്രഷ്ടാവിനോട്, അവന്റെ പരിപാലകനായ നാഥനോട് ധിക്കാരപൂർവമായ സമീപനം സ്വീകരിക്കുന്നത് അവനെ തന്നെ മറക്കുന്നതിലൂടെയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവനെ തന്നെ വിസ്മരിക്കുന്നതിലൂടെയാണ്. അല്ലെങ്കിൽ അവനെ തന്നെ വിസ്മരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ ഉണ്ടെന്ന് പറയുന്ന ആ മഹാസത്യത്തിന്റെ, ആ മഹാശക്തിയുടെ അളമത്തിനെ, മഹാഗാംഭീര്യത്തെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തഖ്ദീറിനെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന ആ മഹാസത്യത്തിന്റെ മഹത്വത്തെയും ഗാംഭീര്യത്തെയും മഹാശക്തിയെയും ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതിനെ, അവനെ അനുസരിക്കേണ്ടതിനെ, അവനിൽ നിന്ന് വരുന്ന ഹിദായത്തിനെ സ്വീകരിക്കേണ്ടതിനെ, അവനിലേക്ക് പാപമോചനം തേടി മടങ്ങേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർ മുന്നോട്ട് വെക്കുന്നത് അതാ നിങ്ങൾക്ക് മരണശേഷം ജീവിതമുണ്ട് എന്ന
അനിഷേധ്യമായ സത്യത്തെയാണ് അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു നാഥൻ നിങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നതിന് പിറകിൽ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. ഈ രൂപത്തിലല്ലാതെ നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നും നിങ്ങൾ രൂപപ്പെട്ട നിങ്ങള് പറയാൻ പറ്റുന്ന ഒന്നുമേ ആയിരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വിവിധ ഘട്ടങ്ങളെ പിന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലേക്ക് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയ പ്രപഞ്ചനാഥനായ ഒരു മഹാശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ലോകമുണ്ട്. ഇനി നിങ്ങളെ അവൻ സൃഷ്ടിക്കാൻ കഴിവുറ്റവനാണ് എന്ന തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവാണ് മനുഷ്യനെ ഹിദായത്തിന്റെ മാർഗത്തിൽ ചലിപ്പിക്കുന്നത്. അപ്പൊ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്താണ് പ്രാർത്ഥന? റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ഹുദ എന്ന് പറഞ്ഞാൽ? അതിനെ മുഹദ്ദിസീങ്ങൾ പിന്നെ പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുവെങ്കിലും അതിന്റെ ഉള്ളിലുള്ള അർത്ഥത്തിന് ചോർച്ച സംഭവിക്കാതെ, വൈകല്യം സംഭവിക്കാതെ, അതിന് വിശാലമായി അർത്ഥം പറയുമ്പോഴും അതിന് ആദ്യം നൽകുന്ന ഒരു അർത്ഥമുണ്ട്. പിന്നെ അൽ ഇൽമുൻ നാഫിഉ, അത് ഉപകാരപ്രദമായ ജ്ഞാനമാണ് എന്ന്, അറിവാണ് എന്ന്. അപ്പോ അറിവ് ലഭിക്കുമ്പോഴാണ്, നല്ല അറിവുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എന്താക്കുക? മനുഷ്യൻ അവന്റെ നാഥനെ കീഴ്പ്പെടുക. അറിവിൽ വല്ല കുഴപ്പവും സംഭവിച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അറിവ് നേടേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ സൃഷ്ടാവിന്റെ നാമത്തെ ഉരുവിട്ടുകൊണ്ടാണ് എന്ന്, അത് ജപിച്ചുകൊണ്ടാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീ എങ്ങനെയാണ് വായിക്കേണ്ടത്? എങ്ങനെയാണ് ജ്ഞാനം ഉൾക്കൊള്ളേണ്ടത്? അറിവ് ഉൾക്കൊള്ളേണ്ടത് എങ്ങനെയാണ്? നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിലായിരിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങനെ അള്ളാഹുവിന്റെ ഏതൊരു വസ്തുവിലേക്കും നോക്കുമ്പോഴേ അതിന് പിറകിൽ ഒരു നാഥന്റെ മഹാ കഴിവിന്റെ അടയാളത്തെ കാണാതെ പോകുന്ന മനുഷ്യൻ അവന് ആ നാഥനെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് മനുഷ്യന് അറിവില്ലാത്തതല്ല പ്രശ്നം, ആ അറിവ് നാഫി ആകാതെ പോകുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരു പ്രാർത്ഥന നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പടച്ചോനെ നാഫി ആയ ഇൽമിനെ നൽകണേ, ഉപകാരപ്രദമായ ഇൽമിനെ നൽകണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാൻ. ഈ സൂറത്തിന്റെ അവസാനം നോക്കിയാൽ മതി, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ അർറഹാ ഉസ്തഗ്ന. എന്നാ മനുഷ്യന് എപ്പോഴാണ് അഹങ്കരിക്കുന്നത്? അവന് സ്വയം അവൻ തന്നെ എല്ലാത്തിനും പര്യാപ്തനാണ് എന്ന മനുഷ്യന്റെ തോന്നലാണെന്ന. അവന് വല്ലതും ലഭിക്കുമ്പോഴേക്കും പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു ചെറിയ കോണിലിരുന്ന് എന്തോ ഒന്ന് പിന്നെ പറയുന്നൊരു മനുഷ്യൻ ഇനി ഞാൻ തന്നെയാണ് വലിയവൻ എന്ന അവന്റെ ധിക്കാര ഭാവമാണ് അവന്റെ എല്ലാ അറിവിന്റെയും ആ വിശുദ്ധിയെ ചോർത്തിക്കളയുന്നത്. ഞാൻ തന്നെയാണ് വലിയവൻ എന്ന അവന്റെ ബോധമാണ്. അതുകൊണ്ടാണ് അത് രണ്ടിനെയും ചേർത്ത് വെക്കുന്നത്. അല്ലെ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവനറിയാത്തത് ഈ പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല്, അവനിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാല്, ചിന്താപൂർവം സ്വന്തത്തിലേക്കൊന്ന് മടങ്ങിക്കഴിഞ്ഞാല്, ചുറ്റുപാടുകളിലേക്കൊന്ന് മടങ്ങിക്കഴിഞ്ഞാല്, പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാല് അവന് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്, ഇതിന്റെ എല്ലാം പിറകിൽ ഒരു മഹാശക്തി ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അറിവുള്ളവരാണ് അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അറിവുള്ളവർ, പ്രപഞ്ചാറിവുള്ളവർ, പ്രപഞ്ചത്തെക്കുറിച്ച് പിന്നെ ജ്ഞാനമുള്ളവർ, അവര് ഇതിലേക്ക് സൂക്ഷ്മമായി നോക്കുകയും അഗാധമായി എത്തി നോക്കുകയും എന്നിട്ട് പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നരക ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പറയുന്ന, അഥവാ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന അറിവുണ്ട്. എന്നെ സൃഷ്ടിച്ച നാഥൻ എന്നെ ഉടച്ചു കളഞ്ഞതിന് ശേഷം, എന്നെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം എന്നെ സംവിധാനിക്കുവാൻ, എന്നെ വീണ്ടും നിർമ്മിക്കുവാൻ കഴിവുറ്റവനാണ് എന്ന അവന്റെ തിരിച്ചറിവ്. കാരണം അവൻ നിർമ്മിക്കുന്ന ഏതൊന്നും, അവൻ ഉണ്ടാക്കുന്ന ഏതൊന്നും
അത് ആര് നശിപ്പിച്ചാലും ഏത് രൂപത്തിൽ അത് ഉടഞ്ഞു പോയാലും അതിനെ പുനർനിർമ്മിക്കുവാൻ, അതിനെ വീണ്ടും അതേ രൂപത്തിൽ അതിനെ സംവിധാനിക്കുവാൻ അവന്റെ 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 ശുഷ്കിച്ച ചിന്തക്ക് സാധ്യമെങ്കിൽ, അവന് ചിന്ത നൽകിയ, അവനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും രൂപപ്പെടുത്തി അവനെ ഈ രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ച പ്രപഞ്ചനാഥന് കഴിവില്ല എന്ന് പറയുന്നത് അത് മനുഷ്യനെ അഹങ്കാരത്തിലേക്കും ധിക്കാരത്തിലേക്കും തിന്മയിലേക്കും മറ്റു തെറ്റായ ജീവിത രീതിയിലേക്കും അവനെ കൊണ്ടുപോകും. ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറൂൻ. നമ്മൾ ഈ ആയത്തിന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാണ്, നിങ്ങളുടെ സൃഷ്ടാവ് ഏകനായ പരിപാലകനാണ്. ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി. ഇനി ഈ സൃഷ്ടിപ്പിലേക്ക് നോക്കിയിട്ട് കുറെ ആളുകള് ഇവിടുന്ന് ഇങ്ങനെ മറഞ്ഞു പോകുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോ കാലങ്ങൾ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സമയത്തിന്റെ ആപേക്ഷികത മനസ്സിലാക്കാതെ അവന് പറയാണ് ഇനി ആരാണ് ഇവരിൽ സൃഷ്ടിക്കുക, അങ്ങനെ ഒരു ലോകമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ലോകമുണ്ടോ എന്ന ചോദ്യത്തിന്റെ പിറകിൽ ഇനി ഇവിടെ ഉള്ള ജീവിതം ഇനി നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മളെ തോന്നലുകൾക്കനുസരിച്ച്, നമ്മുടെ ഇച്ഛ എങ്ങനെയൊക്കെ പൂർത്തീകരിക്കണോ അതിനനുസരിച്ച് ജീവിക്കണമെന്ന ഒരു തെറ്റായ തോന്നലുണ്ടാകുന്നു. അവിടെ ഒരു നാഥന്റെ കഴിവിനെ, അവന്റെ അളമത്തിനെ, അവന്റെ ശക്തിയെ പൂർണ്ണാർത്ഥത്തിൽ അവൻ നിരാകരിക്കുന്നു. ഈ നിരാകരണമാണ് മനുഷ്യന് ഹിദായത്ത് ലഭിക്കാതിരിക്കാൻ ഉണ്ടായ കാരണം. അവിടെയാണ് ഇത് രണ്ട് ഹിദായത്തിനെയും ഇസ്തിഗ്ഫാറിനെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ആയത്ത് സംവദിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരും ഒരു തിരിച്ചറിവുണ്ടാകുമ്പോഴേ അവന് വിനയാന്വിതനാകാൻ, താഴ്മയുള്ളവനാവാൻ, അവന് ഏറ്റവും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും നിസാരനാണ് എന്ന് അവൻ തന്നെ സ്വയം തിരിച്ചറിയുന്നത് അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ ബോധ്യപ്പെടുമ്പോൾ പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്നുള്ള അവന്റെ ഹൃദയാഴിയിൽ നിന്നുള്ള അവന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാറിനെ അവിടെ ചേർത്ത് വെച്ചത്. എന്താണ് അവനെ തടയുന്ന കാര്യം എന്താണ്? ഇത് ജാഅഹുമുൽ ഹുദ, അവർക്ക് വ്യക്തമായ അറിവ് ലഭിച്ചതിന് ശേഷം, നാഫിയായ ഇൽമ ലഭിച്ചതിന് ശേഷം. അപ്പൊ നമ്മൾ മാർഗദർശനം എന്നെല്ലാം പറയും അല്ലേ? ഇന്ന് വഴി കാണിക്കുന്ന ധാരാളം സംവിധാനങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. നമ്മളെല്ലാം പിന്നെ ലൊക്കേഷൻ ഇട്ടിട്ട് പോകുന്നവരാണ്. അപ്പൊ നമ്മളെ ശരിയായ ഡയറക്ഷനാണ് അത് നൽകുക. ആ ഡയറക്ഷൻ നൽകുന്നത് എങ്ങനെയാണ്? അതൊരു സാറ്റലൈറ്റ് മുഖാന്തരം അവന് എവിടെ, ഇന്നെല്ലാം പുതിയ സംവിധാനം അനുസരിച്ച് നമ്മള് പിന്നെ ലൊക്കേഷൻ അങ്ങ് ഇട്ട് കഴിഞ്ഞാല് നമ്മൾക്ക് എവിടെയാണ് വണ്ടികൾ ജാമായിരിക്കുന്നത്, ഏതെല്ലാം സിഗ്നലുകളാണ് പിന്നെ കൂടുതൽ പിന്നെ വണ്ടികളെ കൊണ്ട് ജാമായി കിടക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇന്ന വഴികൾ സ്വീകരിച്ചോളൂ എന്ന് വരെ നമുക്ക് പറഞ്ഞു തരും. നമ്മളെ ജീവിതത്തെ സുഖകരമാക്കുന്ന, നമ്മുടെ സമയത്തെ ലാഭിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരാളിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ. ഒരു വ്യക്തി നമ്മളോട് പറയാണ് നിങ്ങൾ റൈറ്റ് എടുക്കൂ, ലെഫ്റ്റ് എടുക്കൂ, ഇതാ ഈ റോട്ടില് ഈ ക്യാമറകളുണ്ട്, ഇത്ര ദൂരം ക്യാമറകളുണ്ട്, അപ്പൊ സ്പീഡ് കുറക്കണം, ഇവിടെ എത്രയാണ് സ്പീഡ് ഉള്ളത്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് മനുഷ്യ സംവിധാനത്തിന്റെ ഒരു രൂപമാണ്. ഈ പ്രപഞ്ചത്തിനെ പരിപാലിക്കുന്ന സർവശക്തനായ നാഥൻ എങ്ങനെയാണ് മനുഷ്യന് അറിവ് നൽകുന്നത്? അവന്റെ ജീവിതം വഴിതെറ്റിപ്പോവാതിരിക്കാൻ, പിഴച്ചു പോവാതിരിക്കാൻ, അവിടെയുള്ള പിന്നെ കുഴികളും അതുപോലെ തന്നെ പിന്നെ ഗർത്തങ്ങളിലും അവൻ പെട്ടുപോവാതിരിക്കാൻ. എങ്ങനെയൊക്കെ കുഴികൾ, ഗർത്തങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ കുഴിയിൽ പോയി വീഴുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഷിർക്കിലും കുഫറിലും പെട്ടുപോവാതിരിക്കാൻ, ഷിർക്കെന്ന പിന്നെ ഗർത്തത്തിൽ പിന്നെ ആപ്പതിക്കാതിരിക്കുവാൻ, കുഫറിനെ പുൽകാതിരിക്കുവാൻ അവൻ ഏതെല്ലാം. അതുകൊണ്ട് ഇമാം ഷഅറാബി പറയുന്നത് പോലെ അൻസല എന്ന വാക്ക്, തആലു എന്ന വാക്ക്, അത് അഗാധമായി ചിന്തിച്ച് പഠിക്കേണ്ട ഒരു വാക്കാണെന്നാണ് ഇമാം ഷഅറാബി പറയുക. കാരണം അൻസല എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മുകളിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്ന ഒരു വചനം എന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിശാച്ച് ഇടപെടാത്ത രണ്ടിടമുണ്ട്. ഒന്ന് മുകൾ ഭാഗമാണ്,
വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം ഫലാ തജിദു അക്സറഹും ശാകിരീൻ. അപ്പൊ ഇവിടെ പിന്നെ ദിശകളെ കുറിച്ച് പറയുമ്പോൾ 4 ദിശകളെ കുറിച്ച് പറയുകയും, എന്നാൽ പൊതുവെ മനുഷ്യൻ എണ്ണുന്ന 6 ദിശകളിൽ 2 ദിശകളെ അള്ളാഹു അവിടെ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ പരാമർശിക്കാതെ പോകുകയും ചെയ്യുന്നു. അപ്പൊ ഒന്ന് മുകൾ ഭാഗമാണ്, മുൻഭാഗം, പിൻഭാഗം, അതുപോലെ തന്നെ ഇടത് വലത് എന്ന 4 ഭാഗങ്ങളെ കുറിച്ച് പറയുകയും മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും പരാമർശിക്കാതെ പോകുകയും ചെയ്യുന്നു. എന്താണ് അതിന് കാരണമെന്ന് പിന്നെ ഇമാം ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ മുകൾ ഭാഗം എന്ന് പറയുന്നത് അത് വഹയിന്റെ അവതരണത്തിന്റെ ഇടമാണ്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന വഹയുണ്ടല്ലോ, അത് ഔന്നിത്യമാർന്ന ഒന്നാണ്. ഈ ജ്ഞാനമുണ്ടല്ലോ, ഈ അറിവുണ്ടല്ലോ, അത് ഉന്നതമായ അറിവാണ്. അതുകൊണ്ട് മനുഷ്യൻ അധപ്പതിച്ചു പോകുമ്പോൾ, മനുഷ്യൻ ആ ജ്ഞാനം ഹിദായത്ത് ലഭിക്കാതെ പോകുമ്പോൾ അള്ളാഹു ഓനെ വിളിക്കുന്നത് തആലു എന്നാണ്. നിങ്ങൾ താഴോട്ട് പോവേണ്ടവരല്ല, തആലു, നിങ്ങൾ ഔന്നിത്യത്തിലേക്ക്, നിങ്ങൾ മുകളിലേക്ക് വരൂ എന്നാണ്. അപ്പോ ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ അറിവിന്റെ മൂർത്തമായ സ്രോതസ്സാണ് ഇത് എന്നാണ് അള്ളാഹു പറയുന്നത് എന്നാണ് ഈ 2 വാക്കിനെയും വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയുന്നത്. അപ്പൊ അൻസല എന്ന വാക്കെന്നെ ഇറക്കുക എന്ന് പറയുമ്പോൾ അത് മുകളിൽ നിന്നാണ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. തആലു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ നിന്ന് ഇറക്കിയ ഒന്നിനെ ബോധ്യപ്പെടാതെ നിങ്ങൾ അധപ്പതിച്ചു പോകുമ്പോൾ, നിങ്ങൾക്ക് ആ ഔന്നിത്യമുള്ള ആ അറിവ് ലഭിക്കാതെ പോകുമ്പോൾ നിങ്ങൾ മുകളിലേക്ക് വരൂ, തആലു, നിങ്ങൾ അധപ്പതിക്കല്ലേ, നിങ്ങൾ മേലോട്ട് വരൂ എന്ന അർത്ഥമാണ് അതിനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നിങ്ങൾ വരൂ എന്നൊരു അർത്ഥം മാത്രല്ല, ആ വാക്കിന്റെ ഉള്ളില് അവതരിപ്പിക്കപ്പെടുന്ന അറിവുണ്ടല്ലോ, അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ഒരു ജ്ഞാനത്തിന്റെ വിശുദ്ധി ഉണ്ടല്ലോ, അതിന്റെ മൂർത്തമായ ഒരവസ്ഥയുണ്ടല്ലോ, അതിന്റെ പിന്നെ ജീവിതഗന്ധിയായ അതിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യന് നൽകുന്ന ഒരു ദിശാബോധമുണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾ മുകളിലേക്ക് വരൂ, നിങ്ങൾ ഔന്നിത്യത്തിലേക്ക് വരൂ എന്നാണ് അള്ളാഹു അതിലൂടെ പറയുന്നത് എന്ന് അദ്ദേഹം മനോഹരമായി വിശദീകരിച്ച് പോകുന്നുണ്ട്. അപ്പോ അറിവ് ലഭിക്കുക എന്നുള്ളത് അതുകൊണ്ട് നിരന്തരമുള്ള പ്രാർത്ഥനകളാണ്. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ. തുഖ എന്ന് പറഞ്ഞാൽ നമ്മൾ തഖ്വയെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന പിന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ അത് അൽ അമലു സ്വാലിഹു, അത് സ്വാലിഹായ അമലാണ് തഖ്വ എന്ന് പറഞ്ഞാല്. നല്ല ഇൽമുണ്ടായി കഴിഞ്ഞാല്, നല്ല ജ്ഞാനബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ധിക്കാരിയാകൂല. അപ്പൊ മനുഷ്യന് പിന്നെ ഇപ്പൊ നിങ്ങൾ വഹീനയിലും ചർച്ച ചെയ്യുന്ന പിന്നെ എത്രമാത്രം ലോകത്തെ എത്രയോ മഹാരഥന്മാരായ ജ്ഞാനികൾ കടന്നു പോയിട്ടുണ്ട്. അറബി ഭാഷയിൽ അതിനിപുണരായ ആളുകൾ കടന്നു പോയിട്ടുണ്ട്. അവർക്കാർക്കും അറിയാത്ത പിന്നെ അർത്ഥവും വ്യാഖ്യാനവും നൽകുന്ന മഹാപണ്ഡിതനായി ചമയുന്ന വ്യക്തികളെയാണ് നമ്മൾ മുമ്പിലുള്ളത്. അതുകൊണ്ട് കിബില എന്ന് പറഞ്ഞാല് അത് പിന്നെ എന്താണ്, അത് പ്രതിഷ്ഠയാണ് എന്ന് പിന്നെ വ്യാഖ്യാനിക്കുന്ന വ്യക്തി, ഷിആറിനെ പിന്നെ അത് മൂർത്തിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന വലിയ വലിയ ജ്ഞാനികളിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്? നൂറ്റാണ്ടുകൾ കടന്നുപോയി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്കുകളെ അതിന്റെ ആ ഭാഷയിൽ പിറന്നു വീണ ആളുകൾക്ക് ആർക്കും തിരിയാത്ത വാക്കുകൾ കൊണ്ട്, അവർക്ക് മനസ്സിലാകാത്ത വാക്കുകൾ കൊണ്ട്, ആ വാക്ക് കേൾക്കുന്ന മാത്രയിൽ അവരുടെ ചിന്തയിൽ പിന്നെ രൂപപ്പെടുന്ന മഹാജീവിതത്തിന്റെ സൗന്ദര്യപൂർണമായ ആശയങ്ങൾക്കപ്പുറം ആ ഭാഷയുമായിട്ടൊരു ബന്ധമില്ലാത്ത, അതിന്റെ ഒരു പിന്നെ ഒരു ചെറിയൊരു അംശം പോലും അറിയാത്ത ആ വ്യക്തി അതിനെ വ്യാഖ്യാനിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ധിക്കാരം. മനുഷ്യനെ പിടികൂടി കഴിഞ്ഞാൽ എന്തിനേയും ദുർവ്യാഖ്യാനിക്കും. ധിക്കാരം വലിയൊരു പ്രശ്നമാണ്. അഹങ്കാരം, അഹന്ത വലിയ പ്രശ്നമാണ്. അത് അള്ളാനെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ, യൗമുൽ ഖിയാമയെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവന്റെ മുമ്പിൽ പിന്നീട് എല്ലാം ശൂന്യമായിരിക്കും. അവനെന്ന് പറയുന്ന ഒന്ന് മാത്രമായിരിക്കും വലുത്. അവനപ്പുറം എത്രയോ വലിയ വലിയ ആ ഭാഷയിൽ തന്നെ പിറന്നു വീണ് എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ച് ഓരോ വാക്കുകൾക്കുള്ളിലുള്ള വിശാലമായ അർത്ഥതലങ്ങളെ പറഞ്ഞ് അതിനു വേണ്ടി മാത്രം പിന്നെ 100ഉം 200ഉം പേജുകൾ ചിലവഴിച്ച്
കടന്നുപോയ ഭാഷാ പണ്ഡിതന്മാരെ കൊച്ചാക്കിക്കൊണ്ട് അവരെ അവരെ എല്ലാ അർത്ഥത്തിലും പുച്ഛിച്ചുകൊണ്ട് മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുന്ന വിഡ്ഢികളായ മഹാപണ്ഡിതന്മാര് ജീവിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഇപ്പൊ പറയും പിന്നെ ഷിആർ എന്ന് പറഞ്ഞാല് അതെന്താണ്, അത് ഒരു പ്രതിമാ പൂജയാണ് അതെന്ന് പറയും. ഖിബില എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രതിമനെ പൂജിക്കലാണ് എന്നാണ് പറയുന്നത്. ലോകത്ത് ഇന്നേവരെ അറബികൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു? അതുപോലെ തന്നെ സംസാര ശൈലി നോക്കിയാൽ മതി. ആരെയാണ് അവഹേളിക്കുന്നത്? സംസാരിക്കുമ്പോൾ മാന്യത പഠിപ്പിച്ചൊരു പ്രവാചകനെ. മനുഷ്യരോട് മനുഷ്യൻ സംസാരിക്കുമ്പോൾ ദ്വയാർത്ഥമുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകനെ. നിങ്ങൾ മനുഷ്യരെ വെറുപ്പിക്കുകയല്ല, നല്ല വാക്കുകൾ പറയുകയാണ് ചെയ്യേണ്ടതെന്ന് ഇന്നും ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു മഹാപ്രവാചകനെ. യസ്സിറു വലാ തുഅസ്സിറു ബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ എളുപ്പമാക്കണ ആൾക്കാർക്ക് നിങ്ങൾ ഞെരുക്കുണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ നല്ല വർത്തമാനം പറയണം, നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകനെ, ആ പ്രവാചകനെ എന്തെല്ലാം വൃത്തികെട്ട വാക്കുകൊണ്ടാണ് സംബോധന ചെയ്യുന്നത്. സത്യത്തിൽ ഈ മാന്യതയില്ലാത്ത ആളുകളോടൊന്നും കൂടെ പോയിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയണത് ഖുർആന് ഇത്തരം ആളുകളോടൊന്നും അടുത്തിരിക്കാൻ പാടില്ല. കാരണം അത് അവരുടെ വായിൽ നിന്ന് വരുന്ന ആ വൃത്തികെട്ട വാക്കുകൾ അത് പരിസരങ്ങളെ പോലും അത് ദുർഗന്ധപൂർണമാക്കി കളയും. വിശുദ്ധ ഖുർആന് മനുഷ്യനെ എന്തും നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. എന്തും ചോദിക്കാം, അതിന് മാന്യത വേണം, അതിനൊരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരിക്കണം. അല്ലെ, മാലാഖമാർ പോലും ചോദിക്കുന്നു എന്നൊരു പുസ്തകമല്ല അതിന്റെ ഇംഗ്ലീഷ്. പക്ഷെ അത് വായിച്ചപ്പോ എനിക്ക് രസകരമായി തോന്നിയ ഒരു സംഭവമുണ്ട്. മാലാഖമാർ പോലും ചോദിക്കുന്നു. അത് നല്ലൊരു ഹെഡിങ് ആണത്. കാരണം വിശുദ്ധരായ മാസൂമീങ്ങളായ അള്ളാഹിന്റെ കൽപ്പനക്ക് അള്ളാഹുവിന്റെ കൽപ്പനയിൽ ഒരു വീഴ്ചയും വരുത്താത്ത മാലാഖമാർ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലേ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അപ്പൊ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും സംസാരിക്കാം. നമ്മളിതിനെ വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ്, എങ്ങനെയാണ് മലായിക്കത്ത് ആ ചോദ്യം ഉന്നയിക്കുന്നത് എന്നുള്ളത്. ആ ചോദ്യത്തോട് അള്ളാഹു മുഖം തിരിച്ചിട്ടൊന്നുമില്ല, അതിനോട് മോശമായിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ചോദ്യം ചോദിക്കാം, പക്ഷെ അതിനോട് ഒരു ആദരപൂർവമായ ചോദ്യമായിരിക്കണം. മറ്റുള്ളവരെ അവഹേളിച്ചിട്ടും മറ്റുള്ളവരെ നിന്ദിച്ചിട്ടും അവരെ പുച്ഛഭാവത്തോടു കൂടി നോക്കിയിട്ടും പറയാത്തത് പറഞ്ഞിട്ടും കള്ളങ്ങൾ പറഞ്ഞും മഹാകള്ളങ്ങൾ കെട്ടിച്ചമച്ചുമല്ല ഒരു വിഷയത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു മഹാപ്രവാചകന്റെ ഈ വിശുദ്ധമായ ദൈവീക ദർശനത്തിന്റെ വെളിച്ചത്തില് ആരോടും മാന്യമായി സംസാരിക്കാൻ ഇത് ഉൾക്കൊള്ളുന്ന വ്യക്തികൾ അള്ളാഹു പഠിപ്പിക്കുന്നു എന്നുള്ളത് അത് വലിയൊരു വിഷയം തന്നെയാണ്. അല്ലേ, നിങ്ങൾ മാന്യമായി സംസാരിക്കണം, നിങ്ങൾ മാന്യമായ വാക്കുകൾ ഉപയോഗിക്കണം. നിങ്ങൾ ശത്രുവിനോട് നിങ്ങൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്? അവന് എന്തുകൊണ്ടാണോ ഇങ്ങോട്ട് പ്രതികരിക്കുന്നത് അതിനനുസരിച്ചല്ല. നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ട്, അവിടെ മുബാലഗത്തിന്റെ സീഗയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഏറ്റവും നല്ലത് കൊണ്ട് അങ്ങോട്ട് പറയണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര മോശം പറഞ്ഞാലും ഒരിക്കലും തന്നെ പടച്ച തമ്പുരാനെ യഥാവിധി കീഴ്പ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിന്റെ വെളിച്ചമായിട്ട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യനും എന്താക്കാൻ പറ്റൂല, അവരെ അങ്ങോട്ട് അവഗണിക്കാനോ നിന്ദിക്കാനോ കഴിയില്ല. എവിടെയും അങ്ങനെ നമ്മൾ കാണുന്നില്ല. അപ്പോ ഉത്കൃഷ്ടർ തന്നെയാണ്. അൽഹംദുലില്ലാ. അപ്പൊ നല്ല അറിവുണ്ടായിരിക്കണം, നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം. ആ അറിവ് എന്തായിരിക്കണം? പടച്ച തമ്പുരാന്റെ നാമത്തിൽ വായിക്കുന്ന അറിവായിരിക്കണം. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞതിനെ ഇമാം അബുൽ ഹസൻ അലി നദ്വി വിശദീകരിക്കുന്നത് അത് പ്രാപഞ്ചിക ജ്ഞാനമാണ്. അംർ ഖാലിദ് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അംർ ഖാലിദിന്റെ ഓരോ ഖുർആന്റെ അധ്യായങ്ങൾക്കും അദ്ദേഹം വേറിട്ട അർത്ഥം കൊടുക്കുന്നത്. അല്ലെ, സൂറത്തുൻ നംൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ടെക്നോളജി എന്നാണ് അതിന് അർത്ഥം കൊടുക്കുക. സൂറത്തു ശുഅറ എന്ന് പറയുമ്പോൾ മീഡിയ എന്നാണ് അദ്ദേഹം അർത്ഥം കൊടുക്കുക അതിന്. സൂറത്തുൽ ഹജ്ജ് അത് മരണമാണ് എന്ന് പറയും. ഇങ്ങനെ
വളരെ വേറിട്ട അർത്ഥം കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ എങ്ങനെയാണ് അള്ളാഹു പിന്നെ നാമങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നത് എന്ന് അംർ ഖാലിദ് പറയുന്നുണ്ട്. അപ്പോ പിന്നെ നമ്മൾ അറിവുണ്ടായിരിക്കണം, ജ്ഞാനമുണ്ടായിരിക്കണം, അത് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം. ആ നാമത്തെ വിട്ടുകൊണ്ട് മനുഷ്യന് ഇവിടെ ഒന്നും പിന്നെ അവൻ്റെതായിരിക്കുന്ന സംഭാവനകൾ എന്താ ഉള്ളത്? അവൻ ഈ പ്രപഞ്ചത്തിലുള്ള അവന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കാൻ പിന്നെ പ്രാപ്തമായ സംവിധാനങ്ങൾ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുകയാണ് അവിടെ, അല്ലേ? അതിലേക്ക് മനുഷ്യൻ നോക്കിയിട്ട് അതിനെ അവൻ വായിക്കുകയും, അതുകൊണ്ട് ഇമാം അബുൽ ഹസൻ അലി നദവി പറയുന്നത് പോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ വായിക്കൂ. അള്ളാന്റെ നാമം നിങ്ങൾ ഓരോന്നിലും നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് വായിക്കൂ എന്നാണ്. അതുകൊണ്ടാണ് തുടക്കം തന്നെ അഗാധമായ ചിന്തയിൽ നിന്നാണ്. മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യതിരക്തമായി അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന, അവന്റെ ചിന്തക്ക് വെളിച്ചം നൽകുന്ന ഒന്നുകൊണ്ടാണ് അന്ത്യവേദത്തിന്റെ തുടക്കം മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യതിരക്തമായി യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് എന്ന തുടക്കത്തിൽ നിന്നും വ്യത്യസ്തമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്നതിലൂടെ നിന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിന്റെ നാമത്തിൽ നീ വായിക്കണം. ഇനി നീ ആരാണ് എന്ന് തുടക്കത്തിൽ നിന്നാണ് വായിക്കേണ്ടത്. നിന്നിലേക്ക് നോക്കൂ എന്നാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. എങ്ങനെയാണ് ആ ഒരു ബീജബിന്ദു എങ്ങനെയാണ് രക്തപിണ്ഡമാകുന്നത്, എങ്ങനെയാണ് മാംസപിണ്ഡമാകുന്നത്, അതിൽ എങ്ങനെയാണ് എല്ലുകൾ നിറയുന്നത്, എങ്ങനെയാണ് കേൾവി രൂപപ്പെടുന്നത്, എങ്ങനെയാണ് കാഴ്ച രൂപപ്പെടുന്നത്, അതിലെ സംവിധാനങ്ങൾ, അവൻ അനുഭവിക്കുന്ന മഹാനുഗ്രഹങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നിറയുന്നത് എന്ന് അഗാധമായി മനുഷ്യനോട് നോക്കാൻ വേണ്ടി പറയാണ്. അതുകൊണ്ട് ഹിദായത്തിന്റെ 3 അടയാളങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് എന്നാണ് പിന്നെ അബ്ദുൽ കരീം സൈദാനെ വിശദീകരിക്കുന്നത്. ഹിദായത്തിന് നമ്മൾ പറഞ്ഞല്ലോ, ഇല്ലാ പിന്നെ ഇത് ജാഅഹുമുൽ ഹുദ. ഹിദായത്തിന്റെ 3 അടയാളം. ഒന്ന് പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി, പടച്ചോനെ തിരിയും. ഇമാം ഷഹറാവി പറയുന്നത് പോലെ ഇന്നേ വരെ ഏതെങ്കിലും മനുഷ്യൻ വന്നിട്ട് ഇവിടെ ഞാനാണ് സൂര്യൻ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറഞ്ഞിക്കണോ? ഏതൊന്നിനും ഒരു 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 ഉപജ്ഞാതാവ് ഉണ്ടാകണമെന്ന് ഒരു മനുഷ്യന്റെ ഒരു പിന്നെ വളരെ നോർമൽ ഒരു ബോധമാണ്, അല്ലേ? ഏതൊന്നിന്റെ പിറകിലും ഒരു സംവിധായകൻ ഉണ്ടായിരിക്കണമെന്ന്. അതൊരു ലോജിക്കാണ്, ഒരു കോമൺ ലോജിക്കാണ്. എന്നാൽ ഇന്നേ വരെ സൂര്യനെ ഞാനാ ഉണ്ടാക്കിയത്, ചന്ദ്രന് ഞാനാ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിക്കണോ? ആരും വന്ന് ഷറാവി അങ്ങനെ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അദ്ദേഹം ആ അഖീദയെ അദ്ദേഹം എന്താക്കുന്നത് നന്നായി വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ആരാണ്? അപ്പൊ ഇത് ഉണ്ടാക്കി എന്ന് പറയുന്നത് വഹിയിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ മാത്രമാണ്. നിങ്ങളത് കേൾക്കൂ, നിങ്ങളത് ചിന്തിക്കൂ, നിങ്ങളത് പഠിക്കൂ, എന്നിട്ട് ആ സത്യത്തിന്റെ മഹത്വത്തെയും അവന്റെ അളമത്തിനെയും ഉൾക്കൊള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കണം. ഒന്നാമത്തെ അടയാളം പ്രപഞ്ചാണ്. രണ്ടാമത്തതോ മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി തന്നെയാണ്. മനുഷ്യനിലേക്ക് മനുഷ്യനെ കുറിച്ച് അഗാധമായി ചിന്തിക്കാൻ ഇങ്ങനെ പറയുന്നത് ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. നീ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നീ നോക്കുന്നില്ലേ? ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മാ ഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. അപ്പോ പിറകോട്ട് പോയിട്ട് അവനെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അഹങ്കരിക്കുന്നതിന് പകരം ഞാൻ എങ്ങനെ എവിടെ എത്തി എന്നുള്ളതൊന്ന് പഠിക്കണം. അപ്പൊ നന്ദിയുള്ള മനസ്സുണ്ടാവും. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചെയ്യുക. നന്ദിയില്ലാത്ത മനസ്സിൽ നിന്ന് ഒരിക്കലും ഇസ്തിഗ്ഫാർ വരൂല, പാപമോചനം വരൂല. അവിടെ ധിക്കാരം മാത്രമേ പുറത്തു വരുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ വഹയ്യ് ഓരോന്നും ഓരോ അധ്യായങ്ങളും കടന്നുപോയത് അവസാനിക്കുമ്പോൾ മനുഷ്യനോട് അവന്റെ തുടക്കത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ അവസാനിക്കുകയാണ്. അത് മനുഷ്യനോടുള്ള കാരുണ്യാണ്. നന്ദി ഉണ്ടാകാനുള്ള നന്ദിയുള്ളവനായിട്ട് നീ മാറണം എന്നുള്ള അള്ളാഹുവിന്റെ ശക്തമായ ഉപദേശമാണ്. അൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലേ? പിന്നെ അങ്ങനെ ഓരോന്നും നിങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കൂ. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. മനുഷ്യ നിന്നെ സൃഷ്ടിച്ചില്ലേ?
എന്തുകൊണ്ടാണ് നീ നിന്റെ നാഥനെ തിരിച്ചറിയാത്തത്? നീ ചൊരിക്കുന്ന ആ രേതസ്കണത്തെ കുറിച്ച് നീ എന്ത് പറയുന്നു? നീയാണോ അതിനെ സംവിധാനിക്കുന്നത്? നാമാണോ? പിറകിലേക്ക് പോകാൻ പറയാണ്. നഹ്നു ഖദ്ദർനാ ബൈനക്കുമുൽ മൗത, നിങ്ങൾക്ക് മരണം നിർണയിച്ചിരിക്കുന്നു. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം അശക്തനല്ല. അലാ അൻ നുബദ്ദില അംസാലക്കും വനുൻശിഅക്കും ഫീമാ ലാ തഅലമൂൻ, നിനക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ, എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തൊരു കാലം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, അവിടെയും കണ്ടോ നുത്ഫത്തിൻ. അപ്പൊ നിന്റെ തുടക്കം നീ ഒന്ന് പഠിക്കൂ മനുഷ്യ. എല്ലാ അഹങ്കാര ധിക്കാര ഭാവങ്ങളെയും വെടിയാൻ നീ നിന്റെ തുടക്കത്തിലേക്ക് ഒന്ന് എത്തി നോക്കൂ എന്ന് പടച്ചോൻ പറയാണ്. എന്നാൽ നമ്മള് ഈ കണ്ണും കാതും കേൾവിയും എല്ലാം എങ്ങ് ഉടലെടുത്ത് ഒന്ന് തല ഉയർത്തിപ്പിടിക്കാന് ഒന്ന് കഴിഞ്ഞാല്, എന്തോ ഒരു അക്ഷരം വായിക്കാൻ കഴിഞ്ഞാല് ഞാനാണ് ഇനി എല്ലാം തികഞ്ഞവൻ എന്ന മനുഷ്യന്റെ ധിക്കാരമുണ്ടല്ലോ, ആ ധിക്കാരമാണ് മനുഷ്യനെ എന്നും അഹങ്കാരിയാക്കിയിട്ടുള്ളത്. അവന് ഹിദായത്ത് ഉണ്ടാവില്ല. അവന് ലഭിക്കുന്ന അറിവ് ഒരിക്കലും തന്നെ നാഫി ആയ അറിവാകൂല. അതുകൊണ്ടാണ് ഇവിടെ ഹിദായത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഇത് ജാഅഹുമുൽ ഹുദാ, ഇത് നന്നായി വിശദീകരിച്ചു പോവട്ടോ. ഹിദായത്തിന് നന്നായി ഇതിനപ്പുറം വിശദീകരിക്കാം. ഖുർആൻ ബ്രാക്കറ്റ് ഇടുന്നത് അതിന്റെ ഉള്ളിലുള്ള ആശയ വൈപുല്യം കൊണ്ടാണ്. അല്ലാതെ നാം ഈ സംസാരിക്കുന്ന നമ്മുടെ ഭാഷയെ പോലെ ശുഷ്കിച്ചൊരു ഭാഷയല്ല അറബി ഭാഷ എന്ന് പറയുന്നത്. അറബി ഭാഷ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ ഈ 5 വിരലുകൾക്ക്, നമ്മൾ മലയാളത്തില് തള്ള വിരല്, മൂതിരം വിരല്, പിന്നെ നടുവിരൽ എന്നല്ലോ പറയാ. അറബിയിൽ അങ്ങനെയാണോ പറയാ? ഏതൊന്നിനെയും മറ്റൊന്നുമായി ചേർത്തുകൊണ്ട് പറയുന്നതാണ് അധിക ഭാഷയും. എന്നാൽ അറബിയിൽ അങ്ങനെയല്ല. എല്ലാത്തിനും തനിച്ചൊരു വാക്കുകളും തനിച്ച് നാമവും ഉണ്ട് എന്നുള്ളതാണ് അറബി ഭാഷയുടെ അഗാധത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്ക് അതിനെ പരിഭാഷപ്പെടുത്തുമ്പോഴേ, അതിനെ മറ്റൊരു വാക്ക് കൊണ്ട് വിശദീകരിക്കുമ്പോഴേ അതിന്റെ ഉള്ളിലുള്ള ആശയം ചോർന്നു പോകാതെ അവനെ ആ വായിക്കുന്ന വ്യക്തിക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിനെന്താക്കും, അതിനെ പിന്നെ ഒരു വാക്ക് കൊണ്ട് അതിനർത്ഥം പറഞ്ഞു പോകും. അതിന്റെ ആശയ വൈപുല്യം കൊണ്ടാണ്, അത് അഗാധമായ അർത്ഥതലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയുന്നത്. പിന്നെ ഒരു ലോകചരിത്രത്തില് കവിതകൾ കൊണ്ട് സംസാരിക്കുന്ന, ആശയവിനിമയം നടത്തിയ പ്രവാചകന്റെ മുമ്പുള്ള പിന്നെ കവിതകൾ ഇന്നും അറബി സാഹിത്യത്തിന് പാഠപുസ്തകങ്ങളായിട്ട് നിൽക്കുന്ന അത്രയും അഗാധമായ ഭാഷാപാണ്ഡിത്യമുള്ള, ആ ഭാഷാശാസ്ത്രത്തിൽ നിപുണരായ ഒരു സമൂഹത്തിന്റെ മുമ്പില് നിരക്ഷരനായ പ്രവാചകനായി പിന്നെ കൊണ്ടുവരുന്നതിന്റെ പിറകില് ഉള്ള തേട്ടം പോലും തിരിച്ചറിയാത്തവരാണ് പിന്നെ വലിയവരായി ചമയുന്നത്. അത് ആ പ്രവാചകന്റെ നുബുവത്തിനെ സ്ഥാപിക്കുവാൻ, ആ പ്രവാചകന്റെ ഇസ്മത്തിനെ സ്ഥാപിക്കുവാന്, ആ പ്രവാചകനിലേക്ക് നോക്കി അതിനെ തിരിയും പടച്ചോൻ ആരാണെന്നുള്ളത്. അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ള ഒരിക്കലും നിരക്ഷരനാകാൻ പാടില്ലല്ലോ. കുടുംബത്തിലുള്ള ആളുകളിലും ആരാ? ആ ഭാഷയിൽ അഗ്രഗണ്യരായ ആളുകള്, ആ അനാഥ കുഞ്ഞിനെ ഏറെ സ്നേഹിച്ച പിന്നെ ചുറ്റുപാട് അല്ലേ, തന്റെ സഹോദരന്റെ മകനെ അല്ലെങ്കിൽ തന്റെ പൗത്രനെ ഏറെ സ്നേഹിച്ച പിന്നെ ആളുകൾ, പിതാമഹന്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ എങ്ങനെയാണ് മുഹമ്മദ് റസൂൽ നിരക്ഷരനാകുക? അതുകൊണ്ടാണ് ഇമാം ഷഹറാവി പറയുന്നത് അത് അള്ളാഹുവിന്റെ ഇസ്മത്തിന്റെ ഭാഗമാണ്. അത് മനുഷ്യനിൽ നിന്നും അറിവ് സ്വീകരിക്കാതെ ആ പ്രവാചകൻ അള്ളാഹു പരിപാലിക്കുകയും മനുഷ്യരിൽ നിന്ന് അറിവ് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന എല്ലാ ന്യൂനതകളിൽ നിന്നും ആ പ്രവാചകനെ അള്ളാഹു സംരക്ഷിക്കുകയും എന്നിട്ട് അക്രമായ അള്ളാഹു തന്നെ അധ്യാപകനായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് വരികയും തെറ്റാത്ത പിഴക്കാത്ത മഹാജ്ഞാനത്തെ ആ പ്രവാചകനിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാനാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ അള്ളാഹു ഉമ്മിയാക്കിയത്. ആ റസൂലുള്ള മനുഷ്യന്റെ ദൃഷ്ടിയിലാണ് ഉമ്മി എന്ന് പറയുന്നത്. അത് ആ പ്രവാചകന്റെ നുബുവത്തിനെ സ്ഥാപിക്കാൻ അനിവാര്യമാണ്. എന്നാൽ ആ പ്രവാചകന്റെ ഗുരുവായി വരുന്നത് അള്ളാഹുവാണ്. പ്രപഞ്ചത്തിന്റെ സർവശക്തനായ അല്ലാമുൽ ഗുയൂബായ ആലിമുൽ പിന്നെ അലീമായ അള്ളാഹുവാണ്.
അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം. അക്രമായ അള്ളാഹുവാണ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അധ്യാപകന്. ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനാണ്, പ്രപഞ്ചത്തിന്റെ നാഥനാണ്. മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ അറിവ് സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന പല ന്യൂനതകൾ ഉണ്ടാവും. ആ ന്യൂനതകളെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യനിൽ നിന്നും അറിവ് സ്വീകരിക്കാതെ മുഹമ്മദ് റസൂലുള്ളാഹിനെ സംരക്ഷിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന്റെ അധ്യാപകനാകാണ്. അതിനാണ് മുഹമ്മദ് റസൂലുള്ളാഹിനെ നിരക്ഷരനാക്കിയത് എന്നുള്ളതാണ്. അതെല്ലാം ആ സമൂഹത്തിലേക്ക് നോക്കിയാൽ തന്നെ തിരിയും. അതാ പറഞ്ഞ റസൂലുള്ളാഹിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹുവിന്റെ അളമത്ത് ബോധ്യപ്പെടും. എങ്ങനെയാണ് തന്റെ ദൂതന്മാരെ അള്ളാഹു പാകപ്പെടുത്തുന്നത് എന്നും എങ്ങനെയാണ് മനുഷ്യ കുടുംബത്തിന് അറിവ് നൽകുവാൻ അള്ളാഹു അവന്റെ കാരുണ്യമായി എന്തൊക്കെ തഖ്ദീറും തദ്ബീറുമാണ് അള്ളാഹു നടത്തുന്നതെന്നും നന്നായി പഠിച്ചാൽ മനസ്സിലാവും. അപ്പൊ അറിവിന് എന്തുണ്ടായിരിക്കണം? അതിന് വിനയം ഉണ്ടായിരിക്കണം, അതിന് ആഫിയ ആയിരിക്കണം, അത് അള്ളാഹിന്റെ നാമത്തിലായിരിക്കണം. ഇത് അനിവാര്യമാണ്. അതുണ്ടെങ്കിലേ ഹിദായത്ത് കിട്ടുള്ളൂ. അതില്ലാതിരുന്നു കഴിഞ്ഞാല് ഈ ചോദ്യത്തിന് ഉത്തരം അള്ളാഹുവിന് ചോദിക്കാം. എന്തൊരു കാര്യമാണ്, എന്താണ് ഇവരെ തടഞ്ഞത്? ഇത് ജാഅഹുമുൽ ഹുദാ, അവർക്ക് ഹിദായത്ത് വന്നു കിട്ടിയതിന് ശേഷവും അവരെ അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാതിരിക്കാനും അവരെ തടഞ്ഞ കാര്യം എന്താണ്? ഇസ്തിഗ്ഫാറിനെ ഇൻഷാ അല്ലാഹ് അത് അതിന്റെ മറ്റൊരു ഭാഗത്തെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഇന്ന് ഈ ഹിദായത്തിനെ തന്നെ ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ട് കുറച്ച് സമയം പോയി തോന്നുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല അറിവും നല്ല ജ്ഞാനവും ഹൃദയത്തിന് വെളിച്ചവും നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.